ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അരിയൊന്നും കുതിർക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പത്തിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏത് ചോറായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു 1/2 കപ്പ് വെള്ളം ഇല്ല, ഒരു 1/3 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ലെവലിൽ തന്നെ അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ. അതിതാ 1 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ച് നോക്കിയിട്ട് പിന്നെ വെള്ളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഫുള്ളായിട്ട് ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് അടിച്ച് നോക്കിയിട്ട് പിന്നെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ മാവുള്ളത്. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു കട്ടിയുണ്ട്. ഒരുപാട് ലൂസായിട്ടും അല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല. എന്താ ഇത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മാവ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ചൂടുള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനിയിപ്പോൾ തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ചൂട് തട്ടാത്തൊരു സ്ഥലത്തൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആവും കേട്ടോ മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് മാവ് റെഡിയാക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് എണീറ്റ ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് പൊങ്ങി വന്നാൽ പിന്നെ ഒരുപാട് ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഈ ഒരു പൊങ്ങി വന്നത് എടുത്തിട്ട് വേണം നമുക്ക് പെട്ടെന്ന് അപ്പം ചുട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ ഒരുപാട് ഇളക്കി കൊടുക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ അപ്പം ചുട്ടെടുക്കാനുള്ള പാൻ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായിട്ട് ഇരിക്കണം കേട്ടോ ചട്ടി, എന്നാലുള്ളൂ അപ്പം ഇങ്ങനെ ഹോളായിട്ട് വരുള്ളൂ. അപ്പോൾ അതാ കുറച്ചൊരു സമയം കഴിയുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചതൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയാലൊക്കെ നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു അപ്പത്തിന് അങ്ങനെ ഒട്ടുന്ന ആ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. ഒട്ടലൊന്നും ഇല്ലാത്തൊരു അപ്പമാണ്. നമ്മൾ സാധാരണ അരി അരച്ച് ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞിയായിട്ട് ഒട്ടലൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്